ബി.ജെ.പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ പാണക്കാട് തറവാട്ടിലെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. വളരെ ശ്രദ്ധയേറിയ വാർത്ത തന്നെയായിരുന്നു അത്. കെ.പി.സി.സിയുടെ നിർദ്ദേശത്തിനു പിന്നാലെയാണ് നേതാവിന്റെ ഈ സന്ദർശനം. മുസ്ലിം ലീഗ് നേതാക്കൾ ഊഷ്മളമായ സ്വീകരണമാണ് സന്ദീപിന് നൽകിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തി. യൂത്ത് ലീഗ് അധ്യക്ഷൻ മുനവർ അലി തങ്ങളെയും സന്ദീപ് വാര്യർ കണ്ടു. ഇന്നലെയാണ് സന്ദീപ് കോൺഗ്രസിൽ ചേർന്നത്. ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി അംഗവും വക്താവുമായിരുന്ന സന്ദീപ് വാര്യർ പാർട്ടിയുമായി അസ്വാരസ്യത്തിലായിരുന്നു. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പോടെ സന്ദീപും നേതൃത്വവുമായുള്ള തർക്കം മൂർധന്യാവസ്ഥയിലെത്തി. CPM-ലേക്ക് എത്തിയേക്കുമെന്ന സൂചനകൾക്കിടെയാണ് സന്ദീപിന്റെ അപ്രതീക്ഷിതമായ കോൺഗ്രസ് പ്രവേശനം. ബി.ജെ.പിയിലായിരിക്കുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച ആളാണ് സന്ദീപ് വാര്യർ. എന്നാൽ സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. യൂത്ത് ലീഗ് അധ്യക്ഷൻ മുനവർ അലി തങ്ങൾ സന്ദീപ് വാര്യരുടെ ഫോട്ടോയ്ക്കൊപ്പം സ്വാഗതം ബ്രോ എന്നായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം മുസ്ലിം ലീഗ് മതസാഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്നാണ് സന്ദീപ് വാര്യർ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചത്. തളിക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയത് തങ്ങളാണെന്നും പാണക്കാട്ടേക്കുള്ള യാത്ര കെ.പി.സി.സിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുൻ നിലപാടുകൾ ബി.ജെ.പിയുടെ ഭാഗമായി നിന്നപ്പോൾ കൈക്കൊണ്ടതാണ്. വ്യക്തിജീവിതത്തിൽ മതനിരപേക്ഷ നിലപാടുകളാണ് ഉയർത്തിപ്പിടിച്ചതെന്നും സന്ദീപ് പറഞ്ഞു. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചരണത്തിനും സന്ദീപ് എത്തിയിരുന്നു. റോഡ് ഷോയിൽ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് നേതാക്കൾക്കൊപ്പം സന്ദീപും പങ്കാളിയായിരുന്നു. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദീപിനെ കോൺഗ്രസ് സ്വീകരിച്ചത്. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചതാണ് തന്റെ തെറ്റെന്നും വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് താനെന്നുമാണ് സന്ദീപ് കോൺഗ്രസിലെത്തിയതിനു പിന്നാലെ പറഞ്ഞത്. കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെ ആശയമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏകാധിപത്യം വാഴുന്ന ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത സംവിധാനമാണ് ബി.ജെ.പിയിലേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ താൻ എതിർത്തിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി കെ. മുരളീധരൻ രംഗത്തുവന്നു. സന്ദീപ് വാര്യരുടെ 2 നിലപാടുകളെയാണ് താൻ എതിർത്തിരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഗാന്ധിവധത്തെക്കുറിച്ച് പറഞ്ഞതായിരുന്നു എന്നും മുരളീധരൻ എടുത്തു പറയുന്നുണ്ട്. ഗാന്ധിയെ കൊന്നതല്ല, വെടികൊണ്ടപ്പോൾ മരിച്ചതാണെന്ന് പറഞ്ഞ ആളാണ് സന്ദീപ് വാര്യർ. അതൊക്കെ ബി.ജെ.പിക്ക് വേണ്ടി പറഞ്ഞതാണെന്നാണ് സന്ദീപ് ഇപ്പോൾ പറയുന്നത് എന്നും, എങ്കിലും അദ്ദേഹത്തിന്റെ പഴയ കാര്യചരിത്രത്തെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല എന്നുമാണ് മുരളീധരൻ വ്യക്തമാക്കിയത്. ഇനിയുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണമെന്ന് മാത്രമേ താൻ പറയുന്നുള്ളൂ എന്നും മുരളീധരൻ പറഞ്ഞിരുന്നു.